എക്സസൈസ് ചെയ്യാൻ മടിയുള്ളവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. പലരും ന്യൂ ഇയർ റെസൊല്യൂഷനായി ആദ്യം എടുക്കുന്ന കാര്യമാണ് ഫിസിക്കൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുക എന്നത്. എന്നാൽ പലരും അത് പാതി വഴിക്ക് ഉപേക്ഷിക്കുന്നു. എന്താണ് അതിന് കാരണം? നിങ്ങളുടെ ജീവിതരീതി എന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെയും ഒരു റൊട്ടീനാണ്. അതിൽ പെട്ടെന്ന് വരുത്തുന്ന മാറ്റങ്ങളോട് ശരീരം അത്ര പെട്ടെന്ന് വഴങ്ങില്ല എന്നതാണ് സത്യം. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയാൽ നിങ്ങൾ പെട്ടെന്ന് ക്ഷീണിക്കുകയും നിങ്ങളെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് തോന്നി നിർത്തുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് പരിഹാരം? വളരെ എളുപ്പമാണ്. എല്ലാം ഒന്നിൽ നിന്നും തുടങ്ങുക. ആദ്യം ശരീരത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന അളവിൽ മാത്രം വേണം എന്തും ചെയ്തു തുടങ്ങാൻ. വ്യായാമം മാത്രമല്ല, നമ്മൾ ഡയറ്റ് എടുക്കുമ്പോഴും ഈ രീതി സ്വീകരിക്കുക. മധുരം ഒഴിവാക്കുമ്പോൾ ആദ്യം പകുതി ഒഴിവാക്കുക. ഭക്ഷണം കൺട്രോൾ ചെയ്യുമ്പോൾ അത് പതുക്കെ കുറച്ചു കൊണ്ടുവരിക. വെള്ളം കൂടുതൽ കുടിച്ചു തുടങ്ങുമ്പോൾ ദിവസവും പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക. ഇതുവഴി ആ റൂട്ടീനുമായി ശരീരം പൊരുത്തപ്പെടുകയും നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാവട്ടെ നിങ്ങളുടെ ആദ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഇനി അടുത്ത വിഷയത്തെപ്പറ്റി സംസാരിക്കാം. പലരും ഒഴിവാക്കുന്ന ഒരു വിഷയമാണ് മെന്റൽ വെൽനെസ് എന്നത്. നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ ഇത് ഒഴിവാക്കുന്നതിലൂടെ നമ്മളിൽ സ്ഥിര താമസക്കാരാകുന്നു. എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കടക്കാം? നമ്മുടെ ഒരു ദിവസത്തിലെ കുറച്ച് സമയം താഴെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അത് നേടിയെടുക്കാൻ സാധിക്കും. ആദ്യമായി ചെയ്യേണ്ടത് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസത്തെ 5-10 മിനിറ്റുകൾ മെഡിറ്റേഷൻ, ഡീപ് ബ്രീതിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇതെല്ലാം ചെയ്യേണ്ട രീതികൾ ഇന്റർനെറ്റിൽ സുലഭമാണ്. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നതാണ്. നമ്മുടെ ജീവിത രീതിയിൽ വളരെ കുറച്ചു കാലം മുൻപ് വന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. അത് മിതമായ രീതിയിൽ മാത്രം ഉപയോഗിക്കുക. അതിനെപ്പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നും ലാഭിക്കുന്ന സമയം നമ്മൾ പ്രകൃതിയുമായി കൂട്ടുകൂടുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. പറ്റുന്ന രീതിയിൽ യാത്രകൾ ചെയ്യുക, ഒരു സൂര്യാസ്തമയം കാണുക, ഇതെല്ലാം വളരെയധികം സഹായകമാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരോ കുടുംബാംഗങ്ങളോ ഉണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടുക എന്നതാണ് അടുത്ത കാര്യം. അവരോടൊപ്പം സമയം ചിലവഴിക്കുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുക. ഇതെല്ലാം നമ്മുടെ സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ഒരു ദിവസം നടന്ന കാര്യങ്ങൾ ഒരു ബുക്കിൽ കുറിച്ചിടുക എന്നതാണ് അടുത്ത കാര്യം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് സഹായിക്കും. ഏറ്റവും അവസാനത്തെ കാര്യം എന്തെന്നാൽ ഉറങ്ങുക. ഉറക്കമാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് പറയുന്നത് വെറുതെയല്ല. അപ്പോൾ ഇതാവട്ടെ നമ്മുടെ രണ്ടാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഏതൊരു വ്യക്തിക്കും സ്വയം വളരാൻ വളരെ നിർബന്ധമായ ഒന്നാണ് സമ്പാദ്യശീലം. കുട്ടികളായാലും മുതിർന്നവരായാലും പറ്റുന്ന രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കി തുടങ്ങേണ്ടത് ഗൗരവകരമായ കാര്യമാണ്. എന്തൊക്കെയാണ് നമ്മൾ അതിന് ചെയ്യേണ്ടത്? ആദ്യമായി ഒരു ഫൈനാൻഷ്യൽ ഗോൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ വരുമാനവും ചിലവുകളും കടങ്ങളും എല്ലാം ഒന്ന് വിലയിരുത്തുക. ഒരു ബജറ്റ് ഉണ്ടാക്കി അത് തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് എത്ര പണം സേവിങ്സിനായി മാറ്റിവെക്കാൻ കഴിയുമെന്നത് നോക്കുക. അത് ചെറിയൊരു എമൗണ്ട് ആയാൽ പോലും നിർബന്ധമായി സേവിങ്സിനായി മാറ്റിവെക്കുക. അടുത്തതായി ഒരു എമർജൻസി ഫണ്ട് കരുതി വെക്കുക എന്നുള്ളതാണ്. നമ്മുടെ 6 മാസത്തെ വരുമാനമെങ്കിലും ഇതിനുവേണ്ടി കരുതി വെക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അടുത്തതായി ഒന്നിൽ കൂടുതൽ വരുമാന മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക. ഇന്നത്തെ കാലത്ത് പല രീതിയിലും ഫ്രീലാൻസ് ജോലികൾ, ഓൺലൈൻ ജോബ്സ്, സോഷ്യൽ മീഡിയ പോലുള്ള മാർഗങ്ങളിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായി സ്വന്തം സ്കിൽസ് വർദ്ധിപ്പിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെയും അത് ഒരു പ്രൊഫഷൻ ആക്കുന്നതിലൂടെയും നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അവസാനമായി ഏതൊരാളും പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്സ്. മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, റിയൽ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങളെപ്പറ്റി പഠിക്കുക. അതിലെ റിസ്കുകൾ മനസ്സിലാക്കി മാത്രം വേണം അതിലേക്ക് കടക്കാൻ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ എമൗണ്ട് മാത്രം വെച്ച് പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതാവട്ടെ നിങ്ങളുടെ മൂന്നാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ജീവിതത്തിൽ തോറ്റുപോകുന്നതായി തോന്നുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമാണ്. എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നാണ് തോൽവി. എങ്കിലും കുറച്ചു പേരെ അതിന്റെ കാരണങ്ങളെപ്പറ്റി പഠിച്ച് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാറുള്ളൂ. അവിടെയാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കേണ്ടത്. സ്വന്തം ലക്ഷ്യങ്ങൾക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്ത് അത് നേടാൻ സ്മാർട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് തുടങ്ങേണ്ടത്. അതിനായി നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുക. അതുപോലെ നമ്മുടെ ലക്ഷ്യങ്ങളോട് ബന്ധപ്പെട്ട പുതിയ സ്കിൽസ് പഠിച്ചെടുക്കുന്നതും അതിന് വളരെ സഹായകമാണ്. അടുത്തതായി പലരെയും വളരാൻ അനുവദിക്കാത്ത ഒരു കാര്യമാണ് അവരുടെ കംഫർട്ട് സോൺ. അതിൽ നിന്നും പുറത്തു വരിക. പുതിയ ചാലഞ്ചസ് എടുത്ത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി പോരാടുക. അടുത്തതായി നമുക്ക് മോശമായി തോന്നുന്ന നമ്മുടെ ശീലങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് പുതിയ നല്ല ശീലങ്ങൾ കൊണ്ടുവരിക. ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് പോലുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നല്ല ശീലങ്ങൾ മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതുപോലെ കൊണ്ടുവരാൻ പറ്റിയ നല്ല ശീലമാണ് വായന. പേഴ്സണൽ ഡെവലപ്മെന്റ് വിഷയമാക്കിയുള്ള പല നല്ല പുസ്തകങ്ങളും വിപണിയിൽ സുലഭമാണ്. അവസാനമായി നമ്മളെ ഇഷ്ടപ്പെടുന്നവരിൽ നിന്നും നമ്മളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. അതിൽ മോശപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മുടെ ഓരോ വിജയവും ആസ്വദിക്കേണ്ടതും അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ ഇതാവട്ടെ നിങ്ങളുടെ നാലാമത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. നിങ്ങളുടെ അടുത്ത സുഹൃത്തിനെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ കുറെ കാലമായോ? ആ സുഹൃത്ത് നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന ഈഗോ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് റിലേഷൻഷിപ്സ് നിലനിർത്തുക എന്നത്. പലപ്പോഴും നമ്മുടെ തിരക്കുകൾക്കിടയിൽ അതിന് സമയം കിട്ടാറില്ല എന്നതാണ് സത്യം. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്താൽ നമുക്കതിന് സാധിക്കും. സ്വന്തം വീട്ടിൽ നിന്ന് വേണം ആദ്യം തുടങ്ങാൻ. വീട്ടുകാരുമൊത്തിടയ്ക്ക് ചിലവഴിക്കാൻ ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തുക. ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് പോകാനും ഒരു ഡിന്നർ കഴിക്കാനും ചെറിയ യാത്രകൾ പോകാനുമൊക്കെ നമുക്ക് തീർച്ചയായും സമയം കണ്ടെത്താൻ സാധിക്കും. അടുത്തതായി, കൂട്ടുകാരുമായുള്ള ആത്മബന്ധം ഇടയ്ക്കൊക്കെ കൂട്ടിയോജിപ്പിക്കാം. പഴയ ഓർമ്മകൾ പങ്കിട്ടും ഇപ്പോഴത്തെ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്തും അവർക്ക് പറയാനുള്ളത് കേട്ടുമൊക്കെ അവരുമായുള്ള ബോണ്ടിംഗ് നിലനിർത്താം. അടുത്തതായി, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോടൊപ്പമാണ്. അവരെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അവസാനമായി, കൂടുതൽ പുതിയ സുഹൃത്ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ വളരും തോറും നമ്മുടെ കോൺഫിഡൻസ് കൂടുകയും സോഷ്യൽ ആങ്സൈറ്റി കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാവട്ടെ നിങ്ങളുടെ 5ാമത്തെയും അവസാനത്തെയും ന്യൂ ഇയർ റെസൊല്യൂഷൻ.